ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ്. അതായത് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ബാക്കി വന്നിട്ടുള്ള പൊറോട്ട വെച്ചിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് ചെയ്യാം, എന്നാൽ നല്ല ടേസ്റ്റുമാണ്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു മുട്ട പൊറോട്ടയിലേക്ക് നിങ്ങൾക്ക് 1-2 മുട്ട എടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് ഉപ്പ് അതുപോലെ തന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത്തിരി മല്ലിയില അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക് ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഉപ്പൊക്കെ നന്നായിട്ട് അതിൽ മിക്സ് ആവുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ടൊരു ദോശത്താവ എടുക്കുക. നിങ്ങൾക്ക് ഫ്രൈ പാൻ വേണമെങ്കിൽ, നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈ പാൻ വേണമെങ്കിൽ അതെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ നമ്മൾ നാട്ടിൽ ദോശയൊക്കെ ചുടുന്ന ദോശത്താവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് ചൂടായ ശേഷം അതിൽ 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മുടെ മുട്ടക്കൂട്ട് ഒഴിച്ചിട്ട് അതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊഴിച്ച് ഞാൻ ഫ്ലെയിം സിമ്മിലിട്ടിട്ടുണ്ട് കേട്ടോ. ഫ്ലെയിം സിമ്മിലിടണം. ഫ്ലെയിം ഒരുപാട് കൂടി പോയി കഴിഞ്ഞാൽ മുട്ട കരിഞ്ഞു പോവും. ഇനി മുട്ട ഒന്ന് കുക്കാവുമ്പോൾ നമുക്ക് അതിലേക്ക് ചേർക്കാനുള്ളത് പൊറോട്ടയാണ്. അപ്പോൾ നല്ല മയമുള്ള പൊറോട്ട അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലെ നമുക്ക് ഇത്തിരി ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വളരെ കുറച്ച് മതി. അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒന്ന് മറിച്ചിടാം. ഇതുപോലെ ഒന്ന് മറിച്ചിടാം. അപ്പോൾ ഇതുപോലെ മുട്ട സെറ്റായിട്ടുണ്ടാവും. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ടോപ്പിങ്സ് വെച്ച് കൊടുക്കാനുണ്ട്. അതായത് ഇത്തിരി മയണൈസ്. ഞാനിത് വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള മയണൈസാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ യൂസ് ചെയ്യുക. മയണൈസ് എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ മയണൈസ് ചേർത്ത സമയത്ത് ഇത്തിരി കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിൻ്റെ മേലെ വെജീസ് ചേർക്കാം. വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ സവാള, ക്യാരറ്റ്, അതുപോലെ തന്നെ ഏറ്റവും ടേസ്റ്റ് ഉള്ളതാണ് ക്യാബേജ്. അപ്പോൾ ക്യാബേജ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ തക്കാളി വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഞാൻ ചേർക്കുന്നില്ല. ഞാൻ മയണൈസിൽ ഇത്തിരി വിനാഗിരി, അതായത് നമ്മുടെ സുർക്ക ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ തക്കാളി ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഇനി ബാക്കിയുള്ള ഭാഗത്തും മയണൈസ് ഒന്ന് കുറച്ചുകൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇവിടെ നമുക്ക് മല്ലിയില വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല, ഞാൻ മുട്ടയിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിങ്ങനെ മടക്കി കൊടുക്കുക. നമ്മൾ ഹാഫായിട്ട് മടക്കി കൊടുക്കുക. ഇനി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതാ നമ്മുടെ മുട്ട പൊറോട്ട റെഡിയായി. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ ചൂടോടെ തന്നെ കഴിക്കുക, അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ കട്ടൻ ചായയുടെ കൂടെയൊക്കെ നല്ല ഉഷാറായിട്ട് കോമ്പിനേഷനാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പൊറോട്ടയൊക്കെ ബാക്കി ഉണ്ടാകുമ്പോൾ കറിയൊന്നുമില്ലെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു വിഭവമാണ്. അപ്പോൾ നമ്മൾ കേരളക്കാരുടെ ഒരു പ്രത്യേക ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണല്ലോ പൊറോട്ട എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിത് ഈ രീതിയിലും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ. താങ്ക് യു.